ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐസ്ക്രീം ഇഷ്ടമാണല്ലോ അല്ലേ? കടകളിൽ നിന്നായിരിക്കും എല്ലാവരും വാങ്ങുന്നത്. നമുക്കിന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ? വരും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമുള്ള ഒരു ഐസ്ക്രീമാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് 1/2 കപ്പ് പഞ്ചസാര, 250 ml 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്, വാനില എസൻസ് 1/2 ടീസ്പൂൺ, പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ്. ഏത് കമ്പനിയുടെ വിപ്പിംഗ് ക്രീം വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ഫിയോണയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് പാലൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. (250 ml) 2 കപ്പ് പാലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, അതായത് 500 ml. നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. 1/2 കപ്പ് പഞ്ചസാര കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് തിള വന്ന് തുടങ്ങുമ്പോൾ മാത്രം നമുക്ക് ഈ പഞ്ചസാര ചേർക്കാം. തിള വന്ന് തുടങ്ങുന്നുണ്ട്, നമുക്ക് ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ ചേർക്കുന്നത്. മധുരം അനുസരിച്ച് ഓരോരുത്തരുടെ മധുരം ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ, അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി പഞ്ചസാര ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്കിതിനൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് വറ്റിച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് വേണം നമ്മൾ ഇതൊന്ന് വറ്റിച്ചെടുക്കാനായിട്ട്. എന്നുവെച്ചാൽ പാലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്ന് തന്നെ അത് വറ്റിച്ചെടുക്കുക. നമ്മളിപ്പോൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് 2 കപ്പ് പാലാണല്ലോ, നമുക്കതിൽ നിന്ന് ഒരു 1/2 കപ്പ് പാലോളം വറ്റിച്ചെടുക്കാം. ഇതിപ്പം ഒരു ലൈറ്റ് ക്രീമിഷ് കളറായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇതിപ്പോൾ 1/2 കപ്പ് എന്തായാലും വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. അപ്പോൾ ഗ്യാസ് ഞാൻ ഓഫ് ചെയ്യാണ്. ഇത് ചൂടാറാൻ വെച്ചിട്ട് വരാം. അല്പം ഒന്ന് ചൂടാറിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ പാലിൻ്റെ മിക്സ്. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വാനില എസൻസ് ചേർക്കുമ്പോൾ കൂടിപ്പോകാൻ പാടില്ല. കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ആ ഒരു പ്രത്യേകമായിട്ട് ഒരു ടേസ്റ്റ് മുന്നിൽ നിൽക്കും. അപ്പോൾ അതത്ര നന്നായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് 1/2 ടീസ്പൂൺ മാത്രം ചേർക്കുക. 2 കപ്പ് പാലാണല്ലോ നമ്മൾ എടുത്തത്, അതിന് 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ എടുക്കുന്നത്. സെയിം ക്വാണ്ടിറ്റി ആയിരിക്കാനും എന്നുള്ളത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമുക്കിനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ കേക്കിൻ്റെയൊക്കെ ആ ഒരു പരുവം ആകണ്ട, അതിന് തൊട്ട് മുന്നേ ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം. നമ്മളപ്പോൾ ഇതിനി ബീറ്റ് ചെയ്തെടുക്കുക ചെയ്യേണ്ടത്. ബീറ്റർ ഇല്ലാത്തവർ ടെൻഷൻ ആവണ്ട, നമുക്ക് മിക്സിയിലിട്ടാണെങ്കിലും ഇതൊന്ന് കട്ടിയാക്കി എടുത്താൽ മതി. ഭയങ്കരമായിട്ട് കട്ടിയാവരുത്, അതായത് നമ്മൾ കേക്കിന് തേക്കുന്ന ആ ഒരു ക്രീമിൻ്റെ ആ ഒരു പരുവം ആകാൻ പാടില്ല. അതിന് തൊട്ട് മുന്നേ ഉള്ള ആ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് തന്നെ സ്റ്റോപ്പ് ചെയ്യണം. ഇതിപ്പോൾ നന്നായിട്ട് ഒന്ന് പതഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനി കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും ഇതൊന്ന് കട്ടിയായി തുടങ്ങും. അതായത് നമുക്ക് ഈ ബീറ്ററിൻ്റെ ഈ ഒരു ഇങ്ങനെ ഒന്ന് ചലിപ്പിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ആ ഒരു ടൈമിലേക്ക് നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പം കട്ടിയാവുന്നതിന് തൊട്ട് മുന്നേ ഉള്ള സ്റ്റേജിൽ നമ്മളിത് റിലീസ് ചെയ്യണം. ഈ ഒരു സ്റ്റേജിൽ ഇപ്പം അത്യാവശ്യം കട്ടിയായി വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ കട്ടിയാവാനുണ്ട്. അതായത് ഇതിൻ്റെ കറക്റ്റ് പാകം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പൊക്കുമ്പോൾ ജസ്റ്റ് അവിടെ ഒരു ഇത് വന്നാൽ മതി. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കൊരു 5 സെക്കൻഡ് കൂടെ ജസ്റ്റ് ഒന്ന് ഫൈനായിട്ടൊന്ന് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ ഒരു പാലിൻ്റെ ആ ഒരു മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പം ഈ പാലിൻ്റെ മിക്സ് നമ്മുടെ ഈ ഒരു വിപ്പിംഗ് ക്രീമിലേക്ക് നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. ഇതിപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്കിത് ഓഫാക്കാം. മിക്സിയിലാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്താൽ മതി. ഈ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. അത് നമുക്ക് ഇനി ഇതൊരു അടപ്പുള്ളൊരു പാത്രത്തിൽ അടച്ചു വെച്ച് ഒരു 6 മണിക്കൂറെങ്കിലും നമ്മളൊന്ന് തണുപ്പിച്ചെടുക്കണം. ഇങ്ങനത്തെ ഗ്ലാസ് ടൈപ്പിൻ്റെ തന്നെ ഒരു അടപ്പുള്ള പാത്രത്തിലേക്ക് ആക്കുവാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു കണ്ടെയ്നറാണ് അതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഈ ഒരു ഐസ്ക്രീമിൻ്റെ മിക്സ് ആക്കിയിട്ട് നമുക്കത് 6 മണിക്കൂർ സെറ്റ് ആവാനായിട്ട് വെക്കാം. ഇപ്പോൾ തന്നെ നല്ലൊരു ഐസ്ക്രീമിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പം ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ ഐസ്ക്രീം എടുത്തിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ കുറച്ച് കള്ളന്മാരുള്ളത് കൊണ്ട് ഇതിൻ്റെ കുറച്ച് ഭാഗമൊക്കെ അവർ കട്ടുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഐസ്ക്രീമിൻ്റെ ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം.
ഇതുപോലത്തെ ഒരു സ്കൂപ്പ് ഇല്ലാത്തവർ സ്പൂൺ വെച്ചിട്ടാണെങ്കിലും ചെയ്താൽ മതി. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ ഐസ്ക്രീം. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കണം. നമുക്കിത് സെർവ് ചെയ്യാം. നമുക്കിനി ഇത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഒരു ഫ്രഷ് സ്ട്രോബെറിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. എൻ്റെ കയ്യിൽ ബദാമും കാഷ്യൂനട്ടും ആണ് ഉണ്ടായിരുന്നത്, അപ്പോൾ അതാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പിസ്തയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഐസ്ക്രീം റെഡി.